വിശ്വാസികളാരും വർഗീയവാദിയായി പോകുന്നില്ല. വർഗീയവാദ നിലപാട് വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആർക്കും പ്രചരിപ്പിക്കാൻ സാധിക്കുന്നതുമല്ല. വളരെ സുധാരണ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചത് സർവമത സമ്മേളനങ്ങൾ ഉൾപ്പെടെ നടത്തിയിട്ട് വിവിധ മതങ്ങളുണ്ടാവും, പേരുകളുണ്ടാവും, അതിൻ്റെ സത്ത ഒന്നാണെന്നാണ്. എല്ലാത്തിൻ്റെയും സത്ത ഒന്നാണ്. അത് മാനവികതയാണ്, അത് സാമൂഹികയാണ്, അത് മനുഷ്യന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ടതാണ്, അത് സ്നേഹത്തിന് നിശ്ചിതമാണ്. എല്ലാം മതം ഇക്കത്ത് ദൈവം മാത്രമേ. സർവമത സമ്മേളനത്തിൽ അതാണ് കൃത്യമായി ഊന്നി പറഞ്ഞത്. അപ്പോൾ വർഗീയത എന്ന് പറയുന്നത് എന്താ? ഒരു കാര്യം മുഴുവനൊപ്പം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. വർഗീയവാദികൾക്ക് വിശ്വാസമില്ല. ഞാനിത് വലിയ പറയുന്നതല്ല, കൃത്യമായിട്ട് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. വർഗീയവാദികളുടെ വിശ്വാസം ഒരു ഉപകരണമായി ഉപയോഗിക്കുകയാണ്. എന്താണ് ഉപകരണം? മതത്തെ അടിസ്ഥാനപ്പെടുത്തി രാഷ്ട്രഭരണത്തിലേക്ക് പ്രവേശിക്കാനുള്ള പ്രക്രിയ. അതാണ് വർഗീയത. ഒരു സാധാരണ വിശ്വാസിക്ക് ഈ പ്രക്രിയയെ താല്പര്യമില്ല. അവരവരുടെ വിശ്വാസ പ്രമാണത്തിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകണം. എന്നാൽ വിശ്വാസത്തിന്റെ പേര് ഉപയോഗിച്ച് ഒരു വിശ്വാസവും ഇല്ലാത്ത, അത് ഹിന്ദുവായാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും വർഗീയവാദികളെ സംബന്ധിച്ച് എല്ലാം ഒരേ നിലപാട് തന്നെയാണ്. ഇതിനെ പറ്റിയെല്ലാം വോട്ടിന്റെ സന്ദർഭത്തിൽ എന്ന് പറയാറുണ്ട്. ഞാനതിന്റെ വിഷയത്തിൽ കിടക്കുന്നില്ല. അപ്പോ വിശ്വാസികൾ ആയ മനുഷ്യരെ വർഗീയവൽക്കരിക്കാനാണ് ശ്രമം. വർഗീയവാദികൾക്കാട്ടെ അവർക്ക് വിശ്വാസമില്ല. അവർ വിശ്വാസികളെ ഒരു ഉപകരണമായി രാഷ്ട്രീയാധികാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ചവിട്ടുപടിയായി വർഗീയത ഉപയോഗിക്കും. ഈ രണ്ട് വാദങ്ങൾ നമുക്ക് ഉണ്ടാവേണ്ടി. ഇങ്ങനെ വന്നാൽ ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതി വർഗീയതക്കെതിരായ പോരാട്ടത്തിൽ അണിനിരക്കുന്ന ഏറ്റവും പ്രബലമായ വിഭാഗം ആരാണ്? ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാർ വന്ന പ്രചാരത്തിൽ. എന്നാൽ പ്രബലമായ വിഭാഗം വിശ്വാസികളാണ്. നമ്മൾ പലപ്പോഴും അഭിസംബോധന ചെയ്യാനൊരു കഴിയും. വിശ്വാസികളെ പൂർണ്ണമായിട്ട് മുഖവൽക്കരിക്കൊണ്ട് അവർ വർഗീയവാദിയല്ല എന്ന കൃത്യമായ ധാരണയിൽ നിന്ന് അവരെ വർഗീയവൽക്കരിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്ന വർഗീയ ശക്തികൾക്കെതിരായി എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തി മുമ്പോട്ടേക്ക് പോകാൻ അതിവിശാലമായ ഒരു ഐക്യപ്രസ്ഥാനം, നേരത്തെ പറഞ്ഞ അപകടകരമായ മതരാഷ്ട്ര ചിന്തക്കെതിരായി അല്ലെങ്കിൽ വാസ്തവത്തിലേക്കുള്ള പുതിയ തലത്തിലേക്കുള്ള യാത്രയെ തീർക്കാൻ കേരളത്തിലും ഇന്ത്യയിലും രൂപപ്പെട്ടേ സാധിച്ചു.